കോട്ടയത്തേക്കാണ് ടോബി ജോൺസൺ തത്സമയം. ടോബി, കോട്ടയത്ത് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നല്ല മഴയുണ്ട്. മീനച്ചിലാർ പലയിടങ്ങളിലും കരകവിഞ്ഞു. കൃഷിനാശം, അതുപോലെ മറ്റ് നാശനഷ്ടങ്ങളൊക്കെ ജനങ്ങൾക്കുണ്ടാകുന്നുണ്ട്. ഏറ്റവും പുതിയ വിവരങ്ങൾ എങ്ങനെയാണ്? ഇന്നത്തെ മഴയുടെ വിശദാംശങ്ങൾ കൂടി. അനുജ, മീനച്ചിലാർ കരകവിഞ്ഞത് തന്നെയാണ് വലിയൊരു ബുദ്ധിമുട്ടായി ഇപ്പോൾ നമുക്ക് കോട്ടയം ജില്ലയിൽ നിന്നും കോട്ടയത്തെ ജനങ്ങളുടെ ഒരു ബുദ്ധിമുട്ട് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. കഴിഞ്ഞ ദിവസങ്ങളിൽ കാലവർഷം ശക്തമാകുന്നതിന് മുൻപ് തന്നെ കോട്ടയത്ത് മഴയുണ്ടായിരുന്നു. കഴിഞ്ഞ ഏതാനും ആഴ്ചകളായിട്ട് റെഡ് അലേർട്ട് പ്രഖ്യാപിച്ച ഒരു ജില്ലയാണ്. ശക്തമായിട്ടുള്ള മഴ അന്ന് പെയ്തു. കൂടാതെ കഴിഞ്ഞ ദിവസം 2 ദിവസം മുൻപ് ഉരുൾപൊട്ടുന്ന ഒരു സാഹചര്യം ഉണ്ടായി കിഴക്കൻ മേഖലയിൽ തീക്കോയി പോലെയുള്ള ഭാഗത്ത്, ഈരാറ്റുപേട്ട ഭാഗത്ത്. അതേ തുടർന്നാണ് മീനച്ചിലാറ്റിലേക്ക് ശക്തമായിട്ടുള്ള വെള്ളം വന്നു തുടങ്ങിയത്. ജലനിരപ്പ് പല സ്ഥലങ്ങളിലും ഉയർന്നിരുന്നു. പാലായിലും അയർക്കുന്നത്തും ഒക്കെയായിരുന്നു ഇന്നലെ വെള്ളം ഉണ്ടായിരുന്നതെങ്കിൽ അത് താഴ്ന്ന പ്രദേശങ്ങളിലേക്ക്, പടിഞ്ഞാറൻ മേഖലയിലേക്ക് ആ വെള്ളം ഒഴുകിയെത്തുന്ന ഒരു കാഴ്ചയാണ് ഇന്ന് നമുക്ക് കാണാൻ സാധിച്ചത്. അതേ തുടർന്ന് നിരവധി വീടുകളിൽ വെള്ളം കയറുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ സാധിച്ചു. റോഡുകളിലൊക്കെ വെള്ളം കെട്ടിക്കിടക്കുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. അതുകൊണ്ട് തന്നെ കാലവർഷം ശക്തമായി ഇനിയുള്ള മണിക്കൂറുകളിൽ വരുമെന്നുള്ള മുന്നറിയിപ്പ് വന്നിട്ടുണ്ട്. അങ്ങനെ വരികയാണെങ്കിൽ താഴ്ന്ന പ്രദേശങ്ങളിൽ ഒരു പ്രളയ സമാനമായ സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോകുമെന്നുള്ള ഒരു വിലയിരുത്തൽ കൂടി വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ വെള്ളം ഒഴുകിപ്പോകാനുള്ള, വേമ്പനാട്ട് കായലിലേക്ക് ഒഴുകിപ്പോകാനുള്ള നടപടികൾ എത്രയും വേഗം സ്വീകരിക്കണമെന്നുള്ള അല്ലെങ്കിൽ ആ ഒരു നടപടികൾ ഭരണകൂടത്തിന്റെ ഭാഗത്തു നിന്ന് തന്നെ അതിനുവേണ്ട ഒരു സാഹചര്യം ഒരുക്കണമെന്നുള്ളൊരു ആവശ്യമൊക്കെ ആളുകളുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നുണ്ട്. ഇതിനോടകം തന്നെ 28ഓളം ക്യാമ്പുകൾ, ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറന്നിട്ടുണ്ട്. 400-ലധികം ആളുകളെ ക്യാമ്പുകളിലേക്ക് മാറ്റിയിട്ടുണ്ട് എന്നുള്ളൊരു വിവരമാണ് നമുക്ക് ലഭിക്കുന്നത്. ഇന്ന് മഴയുടെ തോത് അല്പം കുറഞ്ഞിട്ടുണ്ട്. കോഴയിൽ മാത്രമാണ് 76 മില്ലിമീറ്റർ മഴ പെയ്തിട്ടുള്ളത്. അതിന് അല്ലാതെ മറ്റ് സ്ഥലങ്ങളിലൊന്നും തന്നെ ശക്തമായിട്ടുള്ള ഒരു മഴയിലേക്ക് പോയിട്ടില്ല. പക്ഷേ രാവിലെ ചില സ്ഥലങ്ങളിൽ, ഒറ്റപ്പെട്ട ചില സ്ഥലങ്ങളിൽ ശക്തമായിട്ടുള്ള മഴ പെയ്തത് ഒഴിച്ചു നിർത്തിയാൽ ഉച്ചയ്ക്ക് ശേഷം കാലാവസ്ഥ അല്പം ആശ്വാസമുണ്ട് എന്നാണ് നമുക്ക് പറയാൻ സാധിക്കുന്നത്. എന്തായാലും വരും മണിക്കൂറുകളിൽ മഴ അതിശക്തമായി പെയ്യാനുള്ള സാധ്യതയുണ്ട് എന്നുകൂടി കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ മുന്നറിയിപ്പുകളും ജാഗ്രതാ നിർദ്ദേശങ്ങളുമൊക്കെ ജില്ലാ ഭരണകൂടം പിൻവലിച്ചിട്ടില്ല. അത് അതുപോലെ തന്നെ തുടരുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. പ്രത്യേകിച്ചും മീനച്ചിലാറിന് തീരത്തുള്ളവർക്ക് കർശനമായിട്ടുള്ള ജാഗ്രതാ നിർദ്ദേശം ജില്ലാ ഭരണകൂടത്തിന്റെ ഭാഗത്തു നിന്നും നൽകിയിട്ടുണ്ട്. അതാണ് കോട്ടയം ജില്ലയിൽ നിന്നുള്ള ഏറ്റവും പുതിയ വിവരങ്ങൾ. കോട്ടയം ജില്ലയിൽ തൽക്കാലം മഴ തോർന്നിരിക്കുകയാണ്. കോഴയിൽ ഒഴികെ ബാക്കി ഒരിടത്തും മഴ ഇല്ല. അങ്ങിങ്ങ് ഒറ്റപ്പെട്ട മഴയുണ്ട്. എന്നാൽ പക്ഷേ ശക്തമായ മഴ നിലവിലുണ്ടായിട്ടില്ല എന്നുള്ളതാണ്. പക്ഷേ വരും മണിക്കൂറുകളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട്. മീനച്ചിലാർ പലയിടത്തും കരകവിഞ്ഞിട്ടുണ്ട്. ആറിന്റെ കരകളിലുള്ളവർക്കൊക്കെ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കൂടുതൽ ക്യാമ്പുകൾ തുറന്നിട്ടുണ്ട്. ക്യാമ്പുകളുടെ വിശദാംശങ്ങൾ അടക്കമാണ് ഇപ്പോൾ ടോബി ജോൺസൺ നൽകിയത്. വിധി ദിനത്തിൽ 24 മാജിക് ജൂൺ 4 ചൊവ്വാഴ്ച രാവിലെ 5 മണി മുതൽ 24-ൽ.